ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു യാത്രയാണ്. ചെന്നൈ ട്രിപ്പാണ്. ഒരു വിവാഹ ഫംഗ്ഷന് പോകുന്നതിനായിട്ട് ഞാൻ പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ യാത്ര ചെയ്ത് കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി. കൊല്ലം റെയിൽവേ സ്റ്റേഷൻ ഇപ്പോൾ പഴയ രീതിയിലൊന്നും അല്ല. ഒരുപാട് മോഡിഫിക്കേഷൻസും ഒരുപാട് ബിൽഡിങ്സും ഒക്കെ പണിത് അവിടെ ഒരുപാട് മാറ്റമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. വലിയ റെയിൽവേ സ്റ്റേഷനായി മാറിയിരിക്കുകയാണ്. അവിടെ പലതരത്തിലുള്ള കോഴ്സുകളൊക്കെ കണ്ടക്ട് ചെയ്യുന്നതിനും അതിൻ്റെ പരിശീലനങ്ങളും എല്ലാം ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് നമ്മുടെ കൊല്ലത്ത് വന്നിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ അകത്തോട്ട് പ്രവേശിക്കുന്നു, റെയിൽവേ സ്റ്റേഷനകത്തേക്ക്. അവിടെ ഒരുപാട് സാധനങ്ങളൊക്കെ ഇറക്കുകയും കയറ്റുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞങ്ങൾ കയറി പോവുകയാണ്. അങ്ങ് മുകളിലായിട്ടാണ്. മുകളിലൊന്ന് കയറി ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ പ്ലാറ്റ്ഫോമിലെത്തൂ. അതുകൊണ്ട് അതിനുള്ള പുറപ്പാടിലാണ്. അങ്ങനെ സ്റ്റെപ്പ് കയറി പോവുകയാണ്. സ്റ്റെപ്പ് കയറുമ്പോൾ എനിക്ക് വീഡിയോ താഴോട്ട് നോക്കിപ്പോയില്ലെങ്കിൽ വീഴും. അതുകൊണ്ട് ഞാൻ സ്പീഡിന് കയറുന്നതിൻ്റെ ശ്രദ്ധയിലാണ്. പ്ലാറ്റ്ഫോം നമ്പർ 1, തിരുവനന്തപുരം ടു ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്. ആ ട്രെയിനിലാണ് ഞങ്ങൾ പോയത്. കൃത്യം 6:47 6:47 അല്ല 6:17 തന്നെ ട്രെയിൻ വരും. കൃത്യസമയത്ത് തന്നെ അത് പോവുകയും ചെയ്യും. അങ്ങനെ ഞങ്ങൾ വന്ന് നിൽക്കുകയാണ്. അവിടെ നിന്നപ്പോൾ എൻ്റെ ശ്രദ്ധ വീഡിയോ എടുക്കുന്നതിലേക്കാണ്. ഞാനെങ്ങനെ സാധനങ്ങളൊക്കെ അവിടെ താഴെ വെച്ചിട്ട് ഒരു വീഡിയോ എടുത്തു. മോനെ, ഒരു ഫോട്ടോ എനിക്ക് കിടക്കുന്നു. അങ്ങനെ അതിൻ്റെ ചുറ്റും നോക്കിയപ്പോൾ അവിടെ ഒരു മാധ്യമം, അതിൻ്റെ പത്ര ഓഫീസ് അങ്ങനെ ആയിരിക്കും, അതിൻ്റെ അങ്ങ് ദൂരെയായിട്ട് കാണുന്നുണ്ട്. റെയിൽവേ സ്റ്റേഷനകത്തുള്ള മൊത്തം ഒരു വീഡിയോയാണിത്, ചുറ്റുവട്ടത്തുള്ള വീഡിയോ. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു ഫോൺ കോൾ വന്ന് എൻ്റെ തല ആ ഭിത്തിയിൽ നല്ലൊരു ഇടി ഇടിച്ച് ചതഞ്ഞ് മുറിഞ്ഞ്. ഇപ്പോൾ എനിക്ക് വീട്ടിൽ വന്നിട്ടും നല്ല വേദനയുണ്ട്. നല്ലൊരു പണിയാണ് എനിക്ക് കിട്ടിയത്. അങ്ങനെ ദോ വരുന്നു, വന്നല്ലോ വനമാല. ഈ ട്രെയിനിലാണ് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ വണ്ടി പതുക്കെ ലാൻഡ് ചെയ്തു. സ്ലീപ്പർ കോച്ചിലാണ് കയറിയത്. ടിക്കറ്റ് ഞാൻ ആദ്യം ചെല്ലുന്നില്ല എന്ന് പറഞ്ഞിട്ട് പിന്നെ ടിക്കറ്റ് എടുത്തത് കൊണ്ട് രണ്ടുപേരും ഒരു സ്ഥലത്തല്ല 2 സ്ഥലത്തായിട്ടാണ് ഇരിക്കേണ്ടി വന്നത്. അങ്ങനെ ഞാൻ എൻ്റെ സ്ലീപ്പർ അവിടെ കയറി ഇരിപ്പുറപ്പിച്ചു. രാത്രി യാത്രയാകുമ്പോൾ വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അങ്ങനെ ഏതാണ്ട് 6, 7, 8, 9, 10 മണിയാകുമ്പോഴാണ് അങ്ങ് ചെല്ലുന്നത്. അതിനിടയ്ക്ക് കിട്ടിയ വീഡിയോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. നമ്മൾ ട്രെയിനിലിരുന്ന് സൈഡ് വ്യൂ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ വിശാലമായ കൃഷിസ്ഥലങ്ങളാണ് കൂടുതലും. അവിടെ കുഞ്ഞു കുഞ്ഞു വീടുകളൊക്കെ ഉണ്ട്. അവർക്ക് റെസ്റ്റ് ചെയ്യുന്നതിനൊക്കെ ആയിരിക്കാം. തെങ്ങിൻ തോപ്പുകൾ, കേരള നാട്ടിൻ്റെ അതിനെക്കാട്ടിലും കൂടുതൽ തെങ്ങിൻ തോട്ടങ്ങളും തോപ്പുകളും എല്ലാം തമിഴ്നാട്ടിലുണ്ട്. ഒരുപാട് സ്ഥലങ്ങളിൽ ഏക്കർ കണക്കിന് കൃഷി ചെയ്തിടുന്നുണ്ട്. ഇഷ്ടം പോലെ തേങ്ങ ഇവിടുത്തേനെക്കാട്ടിലും അവിടെ കിട്ടും. അങ്ങനെ ഇതെല്ലാം കൃഷിസ്ഥലങ്ങളാണ്. ഇങ്ങനെ സ്പീഡിന് പോയിക്കൊണ്ടിരുന്ന് ഇതെല്ലാം കണ്ടുകൊണ്ടിരുന്നു. സൈഡ് വ്യൂ എല്ലാം ഞാൻ എൻജോയ് ചെയ്യുന്നു. ഓരോ യാത്രകൾ നമ്മൾക്ക് വളരെ വിലപ്പെട്ടതാണ്. ഒരുപാട് അറിവുകളാണ് നമുക്ക് കിട്ടുന്നത്. ഇതെല്ലാം പുതിയൊരു എക്സ്പീരിയൻസാണ്. അവിടെയൊക്കെയുള്ള കുറ്റി ചെടികളാണ് ഈ കാണുന്നത്. തമിഴ്നാട് ഭാഗത്ത്, ചെന്നൈ ഭാഗത്തൊക്കെ ഉള്ള ഈ ചെടികൾ. യുപിയിലൊക്കെ പോയാൽ ഇതുപോലുള്ള മരങ്ങളുടെ താഴെയെല്ലാം മയിൽ കൂന്നും പറഞ്ഞിരുന്ന് കൂവി ബഹളം ഉണ്ടാക്കുന്നത് കാണാം. ഇത് ഒരു ചെറിയ ഒരു സ്ലം പ്രദേശം പോലെ കാണുന്നു. അവിടെ 3-4 വീടുകളും ഒക്കെ ആയിട്ട് അങ്ങനെ ഇങ്ങനെ സ്പീഡിന് വണ്ടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകാരെ. ഇതൊക്കെ ഒരു എക്സ്പീരിയൻസാണ്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാണ് ഈ കൃഷിയിടങ്ങളെല്ലാം കണ്ടിങ്ങനെ പോകാൻ. അടിപൊളിയാണ്. നമുക്ക് ഇത് സൈഡ് വ്യൂ ആണ്. ഭയങ്കര നമുക്ക് എൻജോയ്മെൻറ്റ്. സ്പീഡിൽ പോകുമ്പോൾ നമുക്കത്ര ക്ലിയറായിട്ട് കിട്ടത്തില്ല. ഇതെല്ലാം അവിടെയുള്ള ബിൽഡിങ്സൊക്കെയാണ്. ഭയങ്കര നഗരപ്രദേശങ്ങളിലൂടെ അല്ല ഇപ്പോൾ ഈ പോകുന്നത്. ഈ കൃഷിയിടങ്ങളാണ് കൂടുതലും കണ്ടു പോകുന്നത്.
അങ്ങനെ ഓരോ റെയിൽവേ സ്റ്റേഷനുകളും എല്ലാം കടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേത് സ്റ്റേഷനാണെന്ന് എനിക്ക് കാണാൻ വയ്യ. ഒത്തിരി റെയിൽവേ ചിലയിടത്തൊന്നും നിർത്തത്തില്ല. ഇത് എക്സ്പ്രസ് ട്രെയിനായിട്ട് പോകുന്നതുകൊണ്ട് ചില സ്ഥലങ്ങളിലൊക്കെയുള്ള വീഡിയോ ഞാൻ എടുത്തു. അങ്ങനെ ഞങ്ങൾ ഇതാണ് സെൻട്രൽ മദ്രാസ് ചെന്നൈ സെൻട്രൽ സ്റ്റേഷനാണിത്, റെയിൽവേ സ്റ്റേഷൻ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ അകത്ത് ഞങ്ങൾ കടന്നു. ട്രെയിൻ അവിടം വരെ, അതാണ് ലാസ്റ്റ്. ഈ ട്രെയിൻ ഇവിടുന്ന് പിന്നെ വൈകുന്നേരത്ത് 3:20 തിരിച്ച് പുറപ്പെടും. അങ്ങനെ അതിനകത്തെ കാഴ്ചകളാണ്. ആളുകൾ ഒരുപാട് ദൂരം നടക്കാൻ വയ്യാത്ത ഇതുപോലുള്ള വാഹനങ്ങളിൽ സഞ്ചരിക്കുന്നു. എല്ലാവരും ബാഗൊക്കെ തൂക്കി അങ്ങോട്ടും ഇങ്ങോട്ടും സ്പീഡിന് നടന്നൊക്കെ പോവുകയാണ് അവരവരുടെ ഡെസ്റ്റിനേഷൻസ് തേടി. എൻ്റെ കണ്ണിന് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. കാരണം എന്തോരം ആളുകളും കടകളും സ്നാക്സും. ഇതിൽ നോക്കിയപ്പോൾ നല്ല ഇഡ്ഡലിയൊക്കെ ഇരിക്കുന്നു. എന്ത് ഫുഡ് വേണേലും കിട്ടും, എന്തോ വേണേലും കിട്ടും. ആഹാ, എന്ത് രസം, എന്ത് നല്ല കാറ്റ് അതിനകത്ത് കയറിയപ്പോൾ. ഇത്രയും സുഖകരമായൊരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത്. എന്തോരം തിരക്കാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു കൊല്ലം റെയിൽവേ സ്റ്റേഷനെക്കാട്ടിലും കൂടുതൽ വലിയ ഒരു റെയിൽവേ സ്റ്റേഷനാണല്ലോ ഇതെന്ന് ഞാൻ ചിന്തിച്ചു. അത്രയ്ക്ക് അങ്ങ് ഒരുപാട് ഇഷ്ടം പോലെ സ്ഥലം, സ്പേസ് അവിടെ ഉണ്ട്. ഒരുപാട് ഏരിയ കവർ ചെയ്യുന്നുണ്ട്. വണ്ടർഫുൾ എക്സ്പീരിയൻസ് ആയിപ്പോയി ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ഇവിടെ നിന്ന് ഇനിയും ഞങ്ങൾക്ക് യാത്ര ചെയ്യേണ്ടതുണ്ട്. മെട്രോ ട്രെയിനിൽ യാത്ര ചെയ്താണ് നമ്മുടെ കല്യാണ സ്ഥലത്തേക്ക് എത്താൻ പറ്റൂ. അങ്ങനെ നമ്മൾ ഉടനെ തന്നെ ഇതിന് പുറത്തിറങ്ങി. എൻ്റെ ശ്രദ്ധ, പട്ടാളക്കാരാണ് ഈ പോകുന്നതൊക്കെ, എൻ്റെ ശ്രദ്ധ ആ ചുറ്റുവട്ടത്ത് നിന്ന് വീഡിയോ എങ്ങനെ എടുക്കാമെന്നുള്ളതാണ്. അങ്ങനെ സ്റ്റേഷൻ്റെ പുറത്തിറങ്ങി നിന്ന് ഞാൻ നോക്കിയപ്പോൾ അവിടെ നല്ലൊരു പാർക്കും പുല്ലുകളും എല്ലാം വളർത്തി മനോഹരമാക്കി നിർത്തിയിരിക്കുന്നു, ചെടികളൊക്കെ. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ അവിടെ നിന്ന് എടുത്തു. റൗണ്ടിൽ നിന്നെല്ലാം കിട്ടത്തക്കവണ്ണം എടുത്തു. നല്ല ഭംഗിയായിട്ട് അത് സെറ്റ് ചെയ്തിരിക്കുന്നു. അങ്ങോട്ടൊന്നും ഉള്ള കൂടുതൽ കാഴ്ചകളൊന്നും കണ്ടില്ല. ഈ വിവാഹം അതിന് മാത്രം പങ്കെടുക്കുന്നതിനാണ് പോയത്, അതുകൊണ്ട് ഒന്നും കണ്ടില്ല. ഇത് മാത്രമാണ് കണ്ടത്. കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ ഇട്ടിട്ടുണ്ട് വീഡിയോ. ഇത് ഞങ്ങളുടെ യാത്രയുടെ വീഡിയോ ആണ്. അങ്ങനെ എല്ലാ കൂട്ടുകാരും കണ്ടല്ല ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ എല്ലാ കൂട്ടുകാരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. നല്ല ക്ലിയറായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. അതിൻ്റെ പരിസരമൊക്കെയാണ്. ഇങ്ങോട്ടൊക്കെ ബിൽഡിങ്ങൊക്കെ ഏതൊക്കെയോ ഉണ്ട്. പക്ഷേ സമയക്കുറവ് കാരണം ഇതൊന്നും കാണാൻ പറ്റിയില്ല. നേരെ ഞങ്ങൾ പോകുന്നത് മെട്രോയിലേക്കാണ്. ഇതാണ് അതിൻ്റെ ചുറ്റുവട്ടം. റെയിൽവേ സ്റ്റേഷൻ്റെ പരിസരമാണിത്. പുറമേയുള്ള കാഴ്ചകൾ. ഞാൻ അല്പസമയം അതിൻ്റെ മുമ്പിൽ നിന്നു. വീഡിയോ എടുക്കട്ടെന്നും പറഞ്ഞാണ് എൻ്റെ നിൽപ്പ്. എവിടെ പോയാലും ഒരു വീഡിയോ എടുപ്പ്, അതാണ് ഇപ്പോഴത്തെ എൻ്റെ ജോലി. അങ്ങനെ ഓട്ടോയൊക്കെ നമ്മളെ കൃത്യമായിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ കൊണ്ട് നമ്മളെ കൃത്യമായ സ്ഥലത്ത് എത്തിക്കും. അങ്ങനെ ഇതിൻ്റെ തൊട്ടപ്പുറത്താണ് മെട്രോ. അത് കാരണം അവിടെ നിന്ന് അങ്ങോട്ട് അല്പം നടന്നാൽ മതി. അങ്ങനെ ഞങ്ങൾ മെട്രോയുടെ അടുത്തേക്ക് പോവുകയാണ്. അതിൻ്റെ മുമ്പിൽ ചെന്നപ്പോൾ അവിടെ ഒരു മരം, നല്ല തണൽ, നല്ല സുഖം. അങ്ങനെ ഒരല്പസമയം അവിടെ നിന്നു. വീണ്ടും ഒരു വീഡിയോ എടുത്തു. അങ്ങനെ സെൻട്രൽ റെയിൽവേ സ്റ്റേഷനെ കംപ്ലീറ്റ് കവർ ചെയ്തെല്ലാം കിട്ടി. മെട്രോ സ്റ്റേഷൻ്റെ അകത്തേക്ക് കടക്കുകയാണ്. ഇങ്ങനെ ഈ എസ്കലേറ്റർ വഴി നമുക്ക് താഴോട്ട് ഇറങ്ങാം. അങ്ങനെ താഴോട്ട് ഇറങ്ങാം, മുകളിലോട്ട് കയറാം. അതിനൊക്കെയുള്ള ഫെസിലിറ്റീസ് ഇതിനകത്തുണ്ട്. രണ്ടും തൊട്ടപ്പുറവും ഇപ്പുറമായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്.
കിടിലം റെസ്റ്റോറൻ്റാണ് ആ കാണുന്നത്. കണ്ട കൂട്ടുകാരെ, കാറ്റ് കണ്ട നല്ല സുഖകരമായൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. ഞാൻ ആ മരത്തിൻ്റെ വീട്ടിൽ നിന്നൊരു വീഡിയോ എടുത്തിട്ടുണ്ട്. അത് പക്ഷേ ഇതിനകത്ത് വന്നിട്ടില്ല. ഇതൊക്കെ അതിൻ്റെ ചുറ്റുവട്ടത്തുള്ള ബിൽഡിങ്സാണ്. ഇത് മെട്രോയുടെ പരിസരം. വേണമെങ്കിൽ അതിൻ്റെ അതുവഴി ഒന്ന് കറങ്ങി വരാം. പക്ഷേ ഞങ്ങൾ ഉടനെ തന്നെ അകത്ത് പ്രവേശിച്ചു. മെട്രോയിൽ കൂടുതലും എനിക്ക് മെട്രോയിൽ കയറിയപ്പോൾ മനസ്സിലായത് എല്ലാ കുട്ടികളും ഉദ്യോഗസ്ഥരാണ്. അവർ നല്ല ഐഡൻറ്റിറ്റി കാർഡൊക്കെ ഇട്ട് നല്ല ബാഗൊക്കെ തൂക്കി ഇങ്ങനെ ഗമയിൽ അവരുടെ ജോലി സ്ഥലത്തേക്ക് പോകാനുള്ള പുറപ്പാടാണ്. വിപ്രോ എന്ന ഐഡൻറ്റിറ്റി കാർഡിൽ ഞാൻ സൂക്ഷിച്ച് നോക്കിയപ്പോൾ അവരുടെ വിപ്രോ അങ്ങനെ ഓരോ കമ്പനികളുടെ നെയിമൊക്കെ എഴുതിയിട്ടുണ്ട്. എല്ലാവരും മിക്കവരും ഉദ്യോഗസ്ഥരാണ്. അവർക്ക് ഈസി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യാവും. എന്ത് കംഫർട്ടബിളാണ് അതിനകത്തുള്ള യാത്ര. അങ്ങനെ ഞാനും ഇതിനകത്തെല്ലാം കറങ്ങി ഇവിടെ നിന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ഞങ്ങൾ മെട്രോയിലേക്ക് കടക്കാൻ പോവുകയാണ്. കുറേ അതിനകത്ത് ഒരുപാട് നടക്കാനുണ്ട്. അതാണ് വിഷയം. എൻ്റെ കാലിൻ്റെ മുട്ടിന് നല്ല വേദനയാണ് അത് കാരണം. അകത്ത് കയറി കഴിയുമ്പോൾ അതിനകത്ത് തന്നെ ഓരോ സ്ഥലങ്ങളും ഇങ്ങനെ പറയും. ഓരോരോ സ്ഥലങ്ങൾ ഇന്ന സ്ഥലമാണ്, റൈറ്റ് ഡോർ ഓപ്പൺ ചെയ്യും, ലെഫ്റ്റ് ഡോർ ഓപ്പൺ ചെയ്യും. ഒരു പാടുമില്ല. ടിക്കറ്റ് എടുക്കുക, അകത്ത് കയറുക, പിന്നെ ഒന്നും അറിയണ്ട. എല്ലാം സ്മൂത്തായിട്ടങ്ങ് പോവും. ആർക്കും ഒരു ബുദ്ധിമുട്ടുമില്ല. ഇതാണ് എന്തോരം വിശാലമായിട്ടാണെന്ന് നോക്കിയേ മെട്രോ സ്റ്റേഷൻ. ഈ വീഡിയോ ഇത് വെർട്ടിക്കലായിട്ടല്ലായിരുന്നു, ഇത് ഹൊറിസോണ്ടലായിട്ട് എടുക്കണമായിരുന്നു. അങ്ങനെ റിസപ്ഷന് പോകാൻ ഞാൻ സാരി ഉടുത്ത് നിൽക്കുന്ന വീഡിയോയാണ്. അങ്ങനെ കൂട്ടുകാരെ, ഇനി കല്യാണവും റിസപ്ഷനും ഒക്കെ അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ.